ന്യൂക്ലിയർ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇനി പഠിക്കാനുള്ളത് മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ന്യൂക്ലിയസിനകത്തുള്ളത് ആരൊക്കെയാണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അല്ലേ? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നോർമലായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ മാസിൻ്റെ സം ടോട്ടലായിരിക്കും അല്ലേ? അത് സം ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺസ് പ്ലസ് സം ഓഫ് മാസ് ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും മാസ് ഓഫ് ന്യൂക്ലിയസ് എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി കാണുന്നത് ഈ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ മാസുകളുടെ സമ്മിനേക്കാളും കുറവായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്? മാസ് of a stable nucleus is less than total mass of its constituent protons and neutrons. അപ്പോൾ ഈ ഡിഫറൻസിനെയാണ്, അപ്പോൾ ഈക്വൽ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ആക്ച്വൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ ആ കുറവിനെ, ആ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് മാസ് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ ദ sum of the masses of protons and neutrons minus mass of the nucleus. അതാണ് എന്ത്? മാസ് ഡിഫക്റ്റ്. അപ്പോൾ മാസ് ഡിഫക്റ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു സെഡ് ടൈംസ്, സെഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ടൈംസ് മാസ് ഓഫ് പ്രോട്ടോൺസ് പ്ലസ് എ മൈനസ് സെഡ്. എ എന്ന് പറയുന്നത് മാസ് നമ്പർ, സെഡ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പം നമ്പർ ഓഫ് ന്യൂട്രോൺ ടൈംസ് എം എൻ മാസ് ഓഫ് ന്യൂട്രോൺ മൈനസ് എം മാസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ ഇതിൽ എം എന്ന് പറയുന്ന മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ്, എം പി എന്ന് പറയുന്നത് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്, എം എൻ എന്ന് പറയുന്നത് മാസ് ഓഫ് ന്യൂട്രോൺ ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ മാസ് ഡിഫക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാസ് ഡിഫക്റ്റ് ഉണ്ടാകുന്നതെന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മാസ് ഡിഫക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് മാസ് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്? എ ഫെയർലി ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് നീഡഡ് ടു ഹോൾഡ് ഓർ ബൈൻഡ് ദി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് together in the nucleus in view of the repulsive forces between the protons and the strong range interacting force among them. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകളുണ്ട്. പ്രോട്ടോൺ തമ്മിൽ എന്തുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഉണ്ട്. അപ്പോൾ ഈ റിപ്പൾഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? സ്ട്രോങ് ബൈൻഡിങ് ഫോഴ്സസ്, ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഒരു ബൈൻഡിങ് ഫോഴ്സിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ബൈൻഡിങ് ഫോഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിനെ എല്ലാത്തിനെയും, ഈ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും എല്ലാം ചേർത്ത് നിർത്താനായിട്ട് അവിടെ ഒരു എനർജി യൂസ് ചെയ്തിട്ടുണ്ട്. ബൈൻഡ് ചെയ്യാനായിട്ട് ഒരു എനർജി, എന്തോ ഒരു ഊർജം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനെ ചേർത്ത് നിർത്താനായിട്ട്. ഈ ഊർജത്തിനെ, ദിസ് ബൈൻഡിങ് എനർജി is supplied by the mass difference between the mass of the nucleus and the mass of the constituent nucleons. അപ്പോൾ ഈ ബൈൻഡിങ് എനർജി ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ മാസ് ഡിഫക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിൻ്റെ മാസിൻ്റെ സമ്മിനേക്കാളും കുറവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ട്. ഈ മാസ് ഡിഫക്റ്റ്, ഈ മാസ് എവിടെ അപ്രത്യക്ഷമായി? ആ മാസ് എന്തായിട്ട് മാറി? ബൈൻഡിങ് എനർജി ആയിട്ട് മാറി അല്ലേ? കാരണം നമുക്കറിയാം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. എനർജി എവിടെന്നെങ്കിലും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല അല്ലേ? അപ്പോൾ കുറേ പ്രോട്ടോണുകളും കുറേ ന്യൂട്രോണുകളും ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു എനർജിക്ക് അവിടെ പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല, എവിടെ നിന്നും ആ എനർജി വന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് ആക്ച്വലി അതിനുണ്ടാകേണ്ടിയിരുന്ന മാസിനേക്കാളും കുറവാണ്. അപ്പോൾ മാസ് എവിടെയോ പോയി. ആ മാസ് എവിടെ പോയി? ആ മാസിൻ്റെ എവിടെ പോയി എന്നുള്ള ഉത്തരമാണ് ആ മാസ് എന്തായിട്ട് മാറി? ബൈൻഡിങ് എനർജി ആയിട്ട് മാറി. അക്കോർഡിംഗ് ടു ദ റിലേഷൻ E=mc². ഈ റിലേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഐൻസ്റ്റൈൻസ് മാസ് എനർജി ഇക്വലൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഈ മാസ് ഡിഫക്റ്റ്, അപ്പോൾ നമ്മുടെ മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം ആണ് എന്തായിട്ട് മാറുന്നത്? ബൈൻഡിങ് എനർജി ആയിട്ട് മാറുന്നത്.
അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. ബൈൻഡിങ് എനർജി ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ. ഇനി മറ്റൊരു രീതിയിൽ ബൈൻഡിങ് എനർജി എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, ഈ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന എനർജിയാണ് ബൈൻഡിങ് എനർജി. അങ്ങനെയെങ്കിൽ ഈ ന്യൂക്ലിയോൺസിനെ ബ്രേക്കപ്പ് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എത്ര എനർജി കൊടുക്കണം? ഈ ഇത്ര എനർജി തന്നെ അങ്ങോട്ട് കൊടുക്കണം. ന്യൂക്ലിയസിലേക്ക് ഇത്രയും എനർജി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് ആരെ ഡിഫൈൻ ചെയ്യാം? ബൈൻഡിങ് എനർജിയെ ഡിഫൈൻ ചെയ്യാം. ബൈൻഡിങ് എനർജി ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എനർജി required to break up a nucleus into its constituent nucleons and to separate the nucleons to such a large distance that they may not interact with each other. അപ്പോൾ ഇത്രയും തന്നെ എനർജി, ബൈൻഡിങ് എനർജിയാണ് ആ ന്യൂക്ലിയോൺസിനെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ഇത്രയും എനർജി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ന്യൂക്ലിയോൺസിനെ ഇൻഫിനിറ്റ് സെപ്പറേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് തമ്മിൽ ഇൻട്രാക്ഷൻ ഇല്ലാത്ത അവസ്ഥ, ബൈൻഡിങ് ഇല്ലാത്ത അവസ്ഥ, ബൈൻഡിങ് ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇത്രയും എനർജി നമ്മൾ ന്യൂക്ലിയസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഡ്യൂട്രോണിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്രോൺ എന്ന് പറയുന്നത് ഡ്യൂറ്റീരിയത്തിൻ്റെ ന്യൂക്ലിയസിനെ വിളിക്കുന്ന പേരാണ് ഡ്യൂട്രോൺ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഐസോട്ടോപ്പുകളെ കുറിച്ച് മനസ്സിലാക്കണം. ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറുമുള്ള എലമെൻ്റ് അല്ല, ഒരു എലമെൻ്റ് തന്നെയാണ്. സെയിം സെഡ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ സെയിം എലമെൻറ്റ് അല്ലേ. എലമെൻറ്റിനെ തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോണുകളാണ്. അപ്പോൾ സെഡ് സെയിം എന്ന് വെച്ചാൽ എന്താണ്, സെയിം എലമെൻ്റ് ആണ്, പക്ഷേ അതിന് എന്താണ്, മാസ് നമ്പർ ഡിഫറെൻ്റ് ആകാം. അപ്പോൾ മാസ് നമ്പർ ഡിഫറെൻ്റ് ആകാമെന്ന് വെച്ചാൽ അവിടെ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും വ്യത്യാസം വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് നമുക്ക് അറിയാം. 1H1, പിന്നെ 1H2, പിന്നെ 1H3. ഇതിൽ ഒരു പ്രോട്ടോണും 0 ന്യൂട്രോൺ ഇല്ല. ഇതിൽ ഒരു പ്രോട്ടോണും 1 ന്യൂട്രോണും. ഇതിൽ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും. ഓക്കെ, ഇതിനാണ് നമ്മൾ സാധാരണ ഹൈഡ്രജനായിട്ട് പറയുന്ന, ഇതാണ് മാസ് നമ്പർ 1. ന്യൂട്രോൺ ഇല്ലാത്തതിനെയാണ് നമ്മൾ സാധാരണ ഹൈഡ്രജനായിട്ട് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പേരാണ് ഹൈഡ്രജൻ, പ്രോട്ടിയം. ഇത് ഡ്യൂറ്റീരിയം, ഇത് ട്രിഷ്യം. അപ്പോൾ ഈ ഡ്യൂറ്റീരിയത്തിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യൂട്രോൺ. ഡ്യൂട്രോണിൻ്റെ ബൈൻഡിങ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യൂട്രോണിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഒരു പ്രോട്ടോണും 1 ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിലുള്ളത്. മാസ് ഓഫ് എ പ്രോട്ടോൺ ഈസ് 1.007 U എന്ന് പറയുന്നത് AMU ആണ്, അറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി മാസ് ഓഫ് എ ന്യൂട്രോൺ ഈസ് 1.00865 AMU. ഇനി മാസ് ഓഫ് ദ deuteron nucleus is M is equal to 2.01640 atomic mass unit. ജസ്റ്റ് നമ്പേഴ്സ്, ഫിഗേഴ്സ് ഒന്ന് നോക്കാം. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു പ്രോട്ടോണും 1 ന്യൂട്രോണും ആണുള്ളത്. അതിൻ്റെ മാസിൻ്റെ സം മൈനസ് മാസ് ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇത്രയും മാസ് ഡിഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ മാസ് ഡിഫക്റ്റിനെ എങ്ങനെ ബൈൻഡിങ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യും? അതിൻ്റെ ഫോർമുലയും നമ്മുടെ കയ്യിലുണ്ട്. ഡെൽറ്റ എം സി സ്ക്വയർ അല്ലേ. ബൈൻഡിങ് എനർജി ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? ഡെൽറ്റ എം സി സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനേക്കാളും മറ്റൊരു എളുപ്പ വഴിയാണ്, നമ്മുടെ സാധാരണ നമ്മൾ എനർജി ജൂളിലല്ലേ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്ക് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒന്ന് നമുക്ക് കാണിക്കാം. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ
ഒരു ഇലക്ട്രോണിനെ നമ്മൾ പാസ് ചെയ്യിക്കുന്നു. അപ്പം തന്നെ മനസ്സിലാക്കണം, ഇവിടെ എന്തായിരിക്കും പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്? ദ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റിംഗ്. അപ്പോൾ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് കിട്ടും? എൻ്റെ എനർജി കൂടും അല്ലേ? എനർജി കൂടും. അപ്പോൾ ഈ 1 വോൾട്ട് ഡിഫറൻസിൽ കൂടെ നമ്മൾ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്താൽ അതിന് കിട്ടുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. സോ ദിസ് ഈസ് ദ എനർജി. ഇനി ഇതിനെ ജൂളിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ദിസ് എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു Q ഇൻറ്റു പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ ഇലക്ട്രോണാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻19 കൂളം ഇൻറ്റു വോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ എടുത്ത വോൾട്ട് 1 വോൾട്ടാണ്. സോ ഇത്രയും ജൂളായിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയും ജൂൾ. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ഇലക്ട്രോൺ വോൾട്ട് ക്യാൻ ബി കൺവേർട്ടഡ് ടു ജൂൾ ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് 1.6 ഇൻറ്റു 10⁻⁻19. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അതെത്രയായിരിക്കും? 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ. ഇനി 2 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിലോ 2 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ. ഇനി 3 ആണെങ്കിലോ 3 ഇൻറ്റു 1.6. ആ രീതിയിൽ എത്ര ഇലക്ട്രോൺ വോൾട്ട് ആണോ അതേ ടൈംസ് 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾസ് ആണ് കറസ്പോണ്ടിങ് എനർജി ഇൻ ജൂൾസ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ജൂളും ഇലക്ട്രോൺ വോൾട്ടും എനർജിയുടെ തന്നെ ഒരു മെഷറാണ്. ആ രീതിയിൽ നമുക്ക് എന്തിനെ ചെയ്യാം? ഇവിടെ എക്സ്പ്രസ് ചെയ്യാം. Δmc². ജൂളിൽ കിട്ടുന്നത് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. Δm ഇൻ അറ്റോമിക് മാസ് യൂണിറ്റിൽ എടുക്കുക ഇൻറ്റു 931 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ മാസ് അറ്റോമിക് മാസ് യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻറ്റു 931 എന്ന നമ്പർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫിഗർ കിട്ടുമല്ലോ. അതെന്ന് പറയുന്നത് എന്താണ്? എനർജി ഇൻ മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഇത്രയും മാസ് ഡിഫക്റ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി ഇൻ മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഇനി മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഇൻറ്റു 10⁻⁶ ഇലക്ട്രോൺ വോൾട്ടാണ്. മില്യൺ എന്ന് പറയുന്നത് 10⁻⁶. അങ്ങനെയെങ്കിൽ നമ്മൾ ഡ്യൂട്രോണിൻ്റെ മാസ് ഡിഫക്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? മാസ് ഡിഫക്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ് ടൈംസ് 931 യൂണിറ്റ് ഈസ് മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? 931 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 2.22. അത്രയും മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ് ഇതിൻ്റെ ബൈൻഡിങ് എനർജി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അതായത് ആവറേജ് വാല്യൂ. ഇങ്ങനെ ബൈൻഡിങ് എനർജി പെർ ബാർ ഇട്ട് കാണിക്കും. പെർ ന്യൂക്ലിയോൺ എന്ന് കാണിക്കാൻ വേണ്ടി ബാർ ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അല്ലേ? ആ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്നുള്ളതാണ് മാസ് നമ്പർ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ. ആ മാസ് നമ്പർ തന്നെയാണ് എന്ത്? നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അപ്പോൾ അതെന്ത് കിട്ടും? നമുക്ക് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കിട്ടും. ഇനി ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് ഒരു ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റിയെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അപ്പോൾ ദാണ്ടെ ഇവിടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിലെ മാസ് നമ്പറും വൈ ആക്സിസിലെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുക, യൂണിറ്റ് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലാണ്. എന്നിട്ട് ഓരോ എലമെൻറ്റിനെയും ഈ കർവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഗ്രാഫ് ഒന്ന് സ്റ്റഡി ചെയ്യാം. അപ്പോൾ എന്താ കാണുന്നത്? ചെറിയ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ മാസ് നമ്പർ കുറഞ്ഞ ന്യൂക്ലിയസ്. ദാണ്ടെ ഇവിടെ 20ക്കൊക്കെ താഴെ നിൽക്കുന്ന ന്യൂക്ലിയസ് എങ്ങനെയാണ്? ബൈൻഡിങ് എനർജി വളരെ കുറവാണ് അല്ലേ? കുറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഒരു 30നും ഒരു ഇതാണ്ട് ഈ റേഞ്ചിൽ എങ്ങനെ നിൽക്കുന്നു? ബൈൻഡിങ് എനർജി ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെയും മാസ് നമ്പർ കൂടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബൈൻഡിങ് എനർജി പിന്നെയും കുറയുന്നു അല്ലേ? അതായത് ആദ്യം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്,
പിന്നെ കുറച്ച് മാസ് നമ്പർ റീജിയണിൽ എന്താണ് ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്, അപ്രോക്സിമേറ്റ്ലി ഒരു 8.5 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ച് നിൽക്കുകയാണ്. പിന്നെ ഒരു 140 എല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്, ഈ മാസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന എനർജിയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അത് കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും, ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ആർക്കാ സ്റ്റെബിലിറ്റി കൂടിയ, ഈ റേഞ്ചിലുള്ള ആളുകൾക്കാണ് സ്റ്റെബിലിറ്റി കൂടിയത്. ഇങ്ങോട്ടും സ്റ്റെബിലിറ്റി കുറവായിരിക്കും അല്ലേ, ഇങ്ങോട്ട് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഹെവി ന്യൂക്ലിയർ ആകുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഒരുപാട് കൂടുന്നു, അപ്പോൾ റിപ്പൾഷൻ കൂടുന്നു, സ്റ്റെബിലിറ്റി കുറയുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഹെവി ന്യൂക്ലിയസ് ഒരു 140 എബവ് മാസ് നമ്പർ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്തു, ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ ഇതിൽ ഓടായിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചില ന്യൂക്ലിയസ് മാത്രം എന്താണ്, ദാണ്ട ഈ ഓക്സിജൻ, കാർബൺ, ഇവിടെ ഓക്സിജൻ പീക്കുകൾ കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നോക്ക് 2He4, ശ്രദ്ധിക്കണം ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഹൈഡ്രജൻ അല്ല, അറ്റോമിക് നമ്പർ 2 ആണ് കാണിച്ചിരിക്കുന്നത്, അപ്പോൾ അത് ഹീലിയമാണ്. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസിനെയാണ് കാണിച്ചിരിക്കുന്നത്, ഈ തെറ്റാണ്, ഹീലിയമാണ്. അപ്പോൾ 2He4, അതിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്, C612, ഇതിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 6, നമ്പർ ഓഫ് ന്യൂട്രോൺസ് 6, അത് രണ്ടും ഈക്വൽ. പിന്നെ അടുത്ത ഏതാ പറഞ്ഞിരിക്കുന്നത്, O16, അതിനകത്തോ 8 പ്രോട്ടോണും 8 ന്യൂട്രോണുമാണ് ഉള്ളത്, അവിടെയും നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ നമ്മൾ ലൈറ്റർ ന്യൂക്ലിയയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് സ്റ്റേബിൾ ന്യൂക്ലിയസിന് വേണ്ടുന്നതെന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഹീലിയം, കാർബൺ, ഓക്സിജൻ എല്ലാം നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഈക്വലാകുന്ന ഐസോട്ടോപ്പുകളാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവയ്ക്കാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്തോളുക. അപ്പോൾ നമുക്ക് ആ ഗ്രാഫുമായിട്ട് കണക്ട് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. വെരി ലൈറ്റ് ന്യൂക്ലിയൈ, അതായത് 20ക്ക് മാസ് നമ്പർ 20ക്ക് താഴെ വരുന്നത്, ഉദാഹരണത്തിന് ഹൈഡ്രജൻ ന്യൂക്ലിയൈ, അതിനകത്തൊക്കെ ബൈൻഡിങ് എനർജി വളരെ ചെറുതായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. ചില ഓഡ് ന്യൂക്ലിയസിൽ മാത്രം, ഓടെന്ന് വെച്ചാൽ ഈവൻ മാസ് നമ്പർ വരുന്ന ന്യൂക്ലിയസിനകത്ത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്ന ന്യൂക്ലിയസിനകത്ത് മാത്രം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂടുതലായിട്ട് കാണുന്നു. ബാക്കി അതിന് ചുറ്റും വരുന്ന ബാക്കി ന്യൂക്ലിയസിനകത്ത് എങ്ങനെയാണ്, ബൈൻഡിങ് എനർജി വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ ന്യൂക്ലിയേറ്റ്സ് എ ലെസ് ദാൻ 28, പീക്സ് ഒക്കർ ഫോർ എലമെൻറ്റ്സ് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അതിനുദാഹരണമാണ് He, ഹീലിയം 4, ബെറീലിയം 8, ക്ലോറിൻ 12, O16. ഈ ഐസോട്ടോപ്പുകളൊക്കെയാണ് എന്തായിട്ട് കാണുന്നത്, മോർ സ്റ്റേബിൾ, അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഏത് ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ കേസാണ് പറയുന്നത്. ഇതിനകത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി ആവറേജ് ബൈൻഡിങ് എനർജി കർവ് റൈസസ് ഷാർപ്ലി ആൻഡ് റീച്ചസ് മാക്സിമം close to 8.5 million electron volt for moderate nuclei for mass number between 40 and 120. Peak value occurs at mass number 56, അതായത് അയൺ. അപ്പോൾ ബൈൻഡിങ് എനർജി കർവ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നു, അതെന്ത് ചെയ്യുന്നു, ഇടയ്ക്ക് പീക്ക് കാണിക്കുന്നു എന്നല്ലാതെ എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്യാണ്, ഷാർപ്ലി റൈസ് ചെയ്ത് ഒരു മോഡറേറ്റ് റേഞ്ചൊക്കെ വരുമ്പോൾ, മാസ് നമ്പർ ഒരു 40നും 120നും ഇടയിലൊക്കെ വരുമ്പോൾ ഇതെന്തായിട്ട് മാറുന്നു, ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, ഒരു 8.5 മില്യൺ ഇലക്ട്രോൺ വോൾട്ടിന് അടുത്തൊക്കെ വരുന്നു. ഇനി പീക്ക് ഒക്കെ പറയുന്നത് എത്രയാണ്, 56, മാസ് നമ്പർ 56 വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആക്ച്വൽ പീക്ക് അല്ലേ, ആക്ച്വൽ പീക്ക് കണ്ടോ, അയണിനാണ് ആ വാല്യൂ കാണുന്നത്, 8.8 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ ബൈൻഡിങ് എനർജി കർവ് പോകുന്നത്. ഇനി പിന്നെയും മാസ് നമ്പർ കൂടുമ്പോൾ, ഫോർ ഹയർ മാസ് നമ്പർ ദ വാല്യൂ ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഡിക്രീസസ് ആൻഡ് ഫോൾസ് ടു 7.6 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഫോർ യുറാനിയം.
അപ്പോൾ എത്ര വരെ പോയി? 8.8 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് വരെ പോയതാണ്. അത് കുറഞ്ഞ് എവിടേക്ക് എത്തും? 7.6 മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് താഴ്ന്നു വരും. അപ്പോൾ 7.6 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ആരുടെ വാല്യൂ ആ? യുറാനിയത്തിൻ്റെ വാല്യൂ ആണ്. യുറാനിയം എല്ലാം അൺസ്റ്റേബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫിഷനൊക്കെ അണ്ടർഗോ ചെയ്യുന്ന ആളാണ് യുറാനിയം. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആകാനുള്ള കാരണം തന്നെ എന്താണ്? അതിൻ്റെ ലെസ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. ഇനി ദസ് ഡിക്രീസ് ഈസ് ഡ്യൂ ടു ദ റിപ്പൾഷൻ എമോങ് പ്രോട്ടോൺസ്. ദിസ് ഡിക്രീസ് ഈസ് ഡ്യൂ ടു ദ റിപ്പൾഷൻ എമംഗ് പ്രോട്ടോൺസ് ഹൂസ് നമ്പർ ഇൻക്രീസസ് ഇൻ ഹെവി ന്യൂക്ലിയേറ്റ്സ്. അപ്പോൾ മാസ് നമ്പർ കൂടുന്ന കൂടി പോകുമ്പോഴാണ് നമ്മൾ ഹെവി ന്യൂക്ലിയേറ്റ്സ് എന്ന് പറയുന്നത്. മാസ് നമ്പർ കൂടുന്നു എന്ന് വെച്ചാൽ അതിലുള്ള അറ്റോമിക് നമ്പറും കൂടുന്നുണ്ട്. അതായത് അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുകയാണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുമ്പം റിപ്പൾസീവ് ഫോഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ അതെന്തായി മാറുന്നു? മോർ ആൻഡ് മോർ അൺസ്റ്റേബിളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ബൈൻഡിങ് എനർജി കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി 4ാമത്തെ പോയിൻ്റ്, ബൈൻഡിങ് എനർജി ഈസ് സ്മോൾ ഫോർ ബോത്ത് ലൈറ്റ് ആൻഡ് ഹെവി ന്യൂക്ലിയർ. അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ന്യൂക്ലിയസിലും വളരെ ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസിലും ബൈൻഡിങ് എനർജി എങ്ങനെയാണ്? കുറവായിട്ടാണ് കാണുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണെന്ന് ഓർക്കാം. ഓക്കെ, ബൈൻഡിങ് എനർജി കുറവായിട്ട് കാണുന്നു. ഇനി ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ്സ് ഇൻറ്റു ലൈറ്റർ ന്യൂക്ലിയായി ബൈ റിലീസിങ് എനർജി. ദിസ് ഈസ് കോൾഡ് ഫിഷൻ. അപ്പോൾ ഹെവി ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആകാൻ വേണ്ടി അവരെന്ത് ചെയ്യും? മാസ് നമ്പർ കുറയ്ക്കാൻ നോക്കും. എങ്ങനെ മാസ് നമ്പർ കുറയ്ക്കും? ദേ സ്പ്ലിറ്റ് ഇൻറ്റു ലൈറ്റർ ന്യൂക്ലിയായി. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫിഷൻ. അപ്പോൾ ഇങ്ങനെ ഫിഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ഇനി അതേപോലെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ്. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 or 3 ലൈറ്റർ ന്യൂക്ലിയായി കമ്പൈൻ ചെയ്ത് കുറച്ചുകൂടെ വലിയ ഒരു ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിനെ പറയും ഫ്യൂഷൻ. ഓക്കെ, 2 or more ലൈറ്റ് ന്യൂക്ലിയായി കമ്പൈൻ ടു ഫോം ഹെവി ന്യൂക്ലിയായി റിലീസിങ് എനർജി. ദിസ് ഈസ് നോൺ as ഫ്യൂഷൻ അല്ലേ. അത് നിങ്ങൾ ആ കർവ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇത് നോക്കുക, ഇവിടെയുള്ള ന്യൂക്ലിയസ് 1-2 കമ്പൈൻ ചെയ്താൽ അതിൻ്റെ മാസ് നമ്പർ കൂടും അല്ലേ. മാസ് നമ്പർ കൂടുമ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമെന്ന് വെച്ചാൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയൻ കൂടി. ഇനി ഇവിടെ നിൽക്കുന്ന ഒരു ന്യൂക്ലിയൈ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മാസ് നമ്പർ കുറയും. അതായത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ബൈൻഡിങ് എനർജി കൂടും. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? ഹെവി ന്യൂക്ലിയസ് ആണെങ്കിൽ അത് ലൈറ്റർ ന്യൂക്ലിയായിട്ടായി സ്പ്ലിറ്റ് ചെയ്യും. ലൈറ്റർ ന്യൂക്ലിയ ആണെങ്കിൽ 2 ചേർന്ന് ഹെവി ന്യൂക്ലിയായിട്ട് മാറും. ഇതിനെ പറയുന്ന പേര് ഫ്യൂഷൻ, ഇതിനെ പറയുന്ന പേര് ഫിഷൻ.